ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്നാണ് കേട്ടോ നമ്മളിവിടെ പറയുക. കൊഴുവ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൊഴുവ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. എന്നാലോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കഴിക്കാനായിട്ട് മുള്ളുള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളിത്തിരി ബുദ്ധിമുട്ടിയാൽ അവർക്ക് നന്നായി കഴിക്കാൻ പറ്റിയാലോ നമ്മൾ ഹാപ്പി. അപ്പോൾ മക്കൾക്ക് എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഉണ്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കൊഴുവെടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ഇതുപോലെ നടുവിലൂടെ മുറിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റാം. വളരെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ, മീൻ ഉടയാതെ തന്നെ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് വേണം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇതെല്ലാം ചേർത്ത് കൊഴുവിനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് എടുത്ത് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതിക്ക് മുമ്പ് നമുക്കിതിലേക്ക് പീര ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ചെറുള്ളിയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള കൂടി മാത്രം മതി. സവാള അപ്പോൾ നന്നായി വാടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പീര കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. പിന്നെ കൊഴുവിടേണ്ട സമയമായി. നമുക്ക് മുഴുവൻ കൊഴുവി അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ കൊഴുവ ഫ്രൈ റെഡിയാവും കേട്ടോ. കുട്ടികളുടെ എരിവിനനുസരിച്ച് നമുക്ക് ഈ സമയത്ത് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ കൊഴുവ ഫ്രൈ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. കുട്ടികൾ നല്ലതുപോലെ കഴിച്ചോളും. ഒരു ചോറൊക്കെ വയറ് നിറച്ച് കഴിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.